ഇത്രയും ഗതികെട്ടൊരു പൊങ്കാല ആറ്റുകാലിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടാകില്ല. പൊങ്കാല ഇടാൻ വന്ന സ്ത്രീകൾക്ക് ടോയ്ലറ്റിൽ പോകാൻ പോലും പറ്റാത്ത അവസ്ഥ. വെള്ളമില്ലത്രേ. സങ്കടത്തോടെ പറയുകയാണ്. കോഴിക്കോട് നിന്ന് പൊങ്കാല ഇടാൻ വന്ന ഒരു വീട്ടമ്മ കേരളത്തിലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ നാട് കേൾക്കണം. വികസനത്തിന്റെ ബ്ലൂ പ്രിന്റ്, സ്ത്രീകൾക്ക് ടോയ്ലറ്റിൽ വെള്ളം കൊടുക്കാത്ത നഗരസഭാ ഭരണം. ഒരു നിമിഷം, ഒരു അമ്മ എന്തോ പറയാനുണ്ട് ഇവിടെ. എന്താ അമ്മയുടെ പേരെന്താ? എൻ്റെ പേര് ശാന്ത. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. 6ാമത്തെ വർഷമാണ് ഞാൻ വരുന്നത്. ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടായി ജനങ്ങൾക്ക്. ഒരു വെള്ളം പോലും കിട്ടാത്തൊരവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് ഇന്നലെ. ഏത് വശത്തായിരുന്നു ഇരുന്നത്? എവിടെയായിരുന്നു ഞങ്ങളിതാ ഇവിടെ ബാത്റൂമിൽ വെള്ളമില്ലേ. രാവിലെ കുളിക്കാൻ പോകുമ്പോൾ 3 മണിക്ക് എണീറ്റ് കുളിക്കാൻ പോകുമ്പോൾ വെള്ളമില്ല. ഭയങ്കര ബുദ്ധിമുട്ടായി. ടോയ്ലറ്റ് പോവാനോ എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. പൊങ്കാല ഇടുന്ന സ്ഥലത്തൊക്കെ മഴ പെയ്തിട്ട് വെള്ളമായിരുന്നു. അതിന് കുറേ ഞങ്ങൾ 3 ദിവസം മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് നല്ലൊരു സ്ഥലം കിട്ടിയില്ല. വെള്ളവും ചളിയും ഒക്കെ ആയിട്ട് തീർന്നില്ല, ഇനിയും ഉണ്ട്. എത്ര നേരം കഴിയുന്നുണ്ട് ഒരു സാധനം വെള്ളമില്ല, പച്ചവെള്ളം പോലും കുടിക്കാനില്ല. വെള്ളമില്ല, ഒരു സാധനമില്ല. എത്ര നേരം കഴിയുന്നുണ്ട് ഒരു സാധനം വെള്ളമില്ല, പച്ചവെള്ളം പോലും കുടിക്കാനില്ല. കേട്ടല്ലോ, കുടിവെള്ളമില്ല. അത്യാവശ്യത്തിന് ദാഹം തീർക്കാനായിട്ട് ഈ പൊരി വെയിലത്ത് വെള്ളം എത്തിച്ചു കൊടുക്കാൻ പോലും ഒരു സേവാഭാരതിയെയോ ഒരു സ്വയം സേവകനെയോ കണ്ടില്ല. എവിടെയൊക്കെ പൈസ ഒപ്പിക്കാൻ പറ്റുമെന്ന് സ്വയം സേവകരെല്ലാം പാഞ്ഞു നടക്കുകയാണ്. അല്ലാതെ കഴിഞ്ഞ 45 വർഷത്തിനിടെ ആറ്റുകാലിൽ പല പൊങ്കാലകൾ വന്നുപോയി. ആ വന്നുപോയ സന്ദർഭങ്ങളിലും കുടിവെള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെ എങ്ങനെ പരിഹരിക്കണമെന്ന് ആ കസേരയിൽ ക്യാമറകൾക്ക് മുന്നിൽ ഷോ കാണിക്കാതെ, ഡയലോഗ് അടിക്കാതെ ഇരുന്ന് പ്രവർത്തിച്ചവരുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ആര്യ രാജേന്ദ്രൻ. എന്തൊരു കുറ്റം പറച്ചിലായിരുന്നു. ഈ കുറ്റം പറഞ്ഞവരെയെല്ലാം ആറ്റുകാലമ്മച്ചി അങ്ങ് വിടുമെന്ന് കരുതിയോ? ആത്മാർത്ഥതയോടുകൂടി അവരുടെ പൊങ്കാലയ്ക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും എത്തിച്ചു കൊടുത്തവരെ കുറ്റം പറയാൻ വേണ്ടി മാത്രം പുറത്ത് കച്ചകെട്ടി നിന്നവരുണ്ടല്ലോ, അവരെ ഒന്ന് അധികാര കസേരയിൽ ഇരുത്തിയപ്പോൾ പൊങ്കാല ഇടാൻ വന്നവരുടെ ഗതികേടാണ് നിങ്ങൾ കേട്ടത്. ഇങ്ങനെ ഒരു പ്രതികരണം നിങ്ങൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു ആറ്റുകാൽ പൊങ്കാലയ്ക്കിടയിൽ കേട്ടിട്ടുണ്ടോ? അവിടെയാണ് കഴിവുകേട് എന്തെന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യത്തിൽ വാചക കസരത്ത് നടത്താൻ എളുപ്പമാണ്, പക്ഷേ അത് പ്രാവർത്തികമാക്കുക, പ്രവൃത്തിയിലൂടെ സാധ്യമാക്കുക കുറച്ച് ദുഷ്കരമാണ്. അതിന് വേണ്ടത് തണ്ടല്ലുറപ്പാണ്, കാഴ്ചപ്പാടാണ്, അറിവാണ്. ഇതൊന്നുമില്ലാതെ പശുവിനെ മേച്ച് നടക്കേണ്ടവന്മാരെ പിടിച്ച് ഓരോ കസേരകളിൽ ഇരുത്തിയാൽ എന്താണ് അവസ്ഥയെന്ന് കാണുകയാണ്. സവർണ തമ്പുരാന്മാരെല്ലാം കൂടി നഗരസഭാ ഭരണം പിടിച്ചതിന് ശേഷം തലസ്ഥാന നഗരത്തിന്റെ അഭിമാനമായി മാറിയ പൊങ്കാലയെ ഈ രീതിയിൽ അധിക്ഷേപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആറ്റുകാൽ ദേവി പോലും ഇവരോട് പക വീട്ടാൻ തന്നെയാണ് സാധ്യത. കാര്യം അമ്മാതിരി ദ്രോഹമാണ് പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി എത്തിയ സ്ത്രീകളോട് ഇവർ കാട്ടിയത്. കഴിവുകേടിന്റെ പര്യായങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ തലസ്ഥാനത്തേക്ക് നോക്കിയാൽ മതി. ക്യാമറകൾക്ക് മുന്നിലും മാപ്ര കോലുകൾക്ക് മുന്നിലും ഡയലോഗ് അടിച്ച് ആളാകുന്നതിനപ്പുറം ഒരു കാര്യത്തിലും പ്രവൃത്തി കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് ഒറ്റ പൊങ്കാലയോടുകൂടി ബോധ്യപ്പെട്ടു.